നമസ്കാരം. പതിരും കതിരും. അനുരാഗ നാടകത്തിന് അന്ത്യമാം രംഗം തീർന്നു, അരങ്ങിതിരാളൊഴിഞ്ഞു, കാണികൾ വേർപിരിഞ്ഞു. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന സിനിമയിൽ പി ഭാസ്കരൻ എഴുതിയതാണ് ഈ വരികൾ. AKG സെൻ്ററുകാർ അവതരിപ്പിക്കുന്ന കമ്മി നാടകങ്ങൾക്ക് ശീർഷക ഗാനമായി ഈ വരികൾ ഉപയോഗിക്കാവുന്നതാണ്. ഈ പാട്ടിലെ അടുത്ത വരി നന്നായി ഇണങ്ങുന്നത് നമ്മുടെ ഗോവിന്ദൻ മാഷിനാണ്. പാടാൻ മറന്നുപോയ മൂഢനാം വേഷക്കാര. ഒരു പ്രസ്ഥാനം എത്രമാത്രം മനുഷ്യസ്പർശത്തിൽ നിന്നും അകന്നുപോയെന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് ഈ പാർട്ടിയിൽ ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങളെല്ലാം. ഗോവിന്ദൻ്റെ വികസന മുന്നേറ്റ ജാഥയ്ക്കിടയിൽ നടന്ന എന്ന് ഗോവിന്ദൻ്റെ സ്വന്തം മൊയ്തീൻ എന്ന പെൻഷൻ നാടകമാണ് ഇപ്പോൾ സഖാക്കളുടെ ആപ്പിളക്കിയിരിക്കുന്നത്. ഒരു പാവം മനുഷ്യനെ 2000 രൂപ കൊടുത്ത് വിലക്കെടുത്താണ് ഈ നാടകത്തിലെ പ്രധാന കഥാപാത്രമാക്കിയത്. പാവങ്ങളുടെ മാനത്തിന് വില പറയുന്നതാണല്ലോ ഇപ്പോൾ CPMൻ്റെ പ്രധാനപ്പെട്ട പരിപാടി. പാവങ്ങളായ മനുഷ്യരിന്ന് പാർട്ടിയെ ജീവന് തുല്യം സ്നേഹിക്കുന്നു എന്ന പ്രമേയം ആസ്പദമാക്കി പാർട്ടി ഒപ്പിച്ച ആ പെൻഷൻ നാടകത്തിലെ കഥാപാത്രം നമ്മോട് നേരിട്ട് വന്ന് പറഞ്ഞു അതൊരു അഭിനയമായിരുന്നുവെന്ന്, എന്നെക്കൊണ്ട് കാശ് തന്ന് പറയിപ്പിച്ചതാണെന്ന്. ഇടതുപക്ഷ ധർമ്മമില്ലാത്തൊരു കൊള്ളസംഘത്തിന് മനുഷ്യരുമായി യാതൊരു ബന്ധമില്ല എന്നതിൻ്റെ തെളിവാണ് ഒരു മനുഷ്യനെ വാടകയ്ക്കെടുക്കേണ്ടി വന്നത്. കോഴിക്കോട് ബാലുശ്ശേരിയിൽ വെച്ചാണ് ഈ വൃദ്ധൻ വേദിയിൽ കയറി ചെന്ന് ഗോവിന്ദന് 2000 രൂപ സംഭാവന നൽകിയത്. പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയും വലിയ സംഭാവന പാർട്ടിക്ക് നൽകിയത് എന്ന് എല്ലാവരും അതിശയിച്ചു പോയി. ഞാനൊരു ചുവന്ന രക്തഹാരം അങ്ങോട്ടിട്ടു, അവളൊരു ചുവന്ന രക്തഹാരം ഇങ്ങോട്ടിട്ടു എന്ന് പറയും പോലെ മെയ്തീൻ 2000 രൂപ അങ്ങോട്ട് കൊടുത്തു, ഗോവിന്ദൻ 2000 രൂപ ഇങ്ങോട്ട് കൊടുത്തു. UDF വന്നാൽ പെൻഷൻ കിട്ടൂല, നിങ്ങൾ തന്നെ വരണം. അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു, ശരി വരാം. സകല കമ്മി നാടകങ്ങളും പൊളിഞ്ഞു തുടങ്ങുകയാണല്ലോ സഖാക്കളെ. പിണറായി വിജയൻ്റെ ഒറോട്ടിക്കഥ മുതൽ കപ്പ് കടി വരെ ചീറ്റിപ്പോയി. പിണറായി ഭരണത്തിൻ്റെ അന്ത്യമാം രംഗത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അരങ്ങിലൊന്നും ആളില്ല, കാണികളെല്ലാം വേർപിരിഞ്ഞു. മൂഢനാം വേഷക്കാരൻ എന്ന മട്ടിൽ ഗോവിന്ദനും പിണറായി വിജയനും മാത്രം അവശേഷിക്കുന്നു. തെരുവ് നാടകത്തിലൂടെയും പദയാത്രകളിലൂടെയും ആളെ കൂട്ടിയ പ്രസ്ഥാനമാണ് CPM. 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും, വെയ് രാജ വെയ് എന്ന് പറഞ്ഞ് കുലുക്കി കുത്തുകാരനെ പോലെ ഇപ്പോൾ ആളെ വിളിച്ചു കയറ്റുകയാണ്. ഗോവിന്ദൻ്റെ ബംഗാളി നാടകവും പെൻഷൻ നാടകവും പൊളിഞ്ഞു. എന്നിട്ടും താത്വികമായ അവലോകനങ്ങൾക്ക് യാതൊരു കുറവുമില്ല. പിണറായി വിജയൻ വേദിയിൽ വെച്ച് ഒരു വനിതാ പഞ്ചായത്ത് അംഗത്തെ ആട്ടിയതിന് ന്യായീകരണവുമായി വന്നത് ശൈലജ മാഡമാണ്. അത് ആട്ടിയതല്ല, സഖാവ് ചേർത്ത് പിടിച്ചതാണ് എന്നാണ് ശൈലജയുടെ വിശദീകരണം. പെൻഷൻ നാടകം അഭിനയിച്ച നടൻ തന്നെ അത് പൊളിച്ചു കളഞ്ഞു. സെൽഫിയിൽ ആട്ടുവാങ്ങിയ കുട്ടി തന്നെ വിശദീകരണവുമായി വന്നു. പക്ഷേ അഭിനയം തീരെ മോശമായിരുന്നു. എന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടത്രേ. അതാണ് ആ കുട്ടി കയ്യിൽ നിന്നിട്ട് കാച്ചിയത്. എങ്ങനെയെങ്കിലും ചമ്മൽ മാറ്റണമല്ലോ. പക്ഷേ ഇതുവരെ വിളി ഒന്നും വന്നതായി കേട്ടില്ല. ലോഹ്യം പറഞ്ഞു എങ്കിൽ പിന്നെ എന്തിനാണ് കുട്ടി നിന്നെ വിളിച്ച് ആശ്വസിപ്പിക്കുന്നത്? ഞങ്ങൾക്ക് വീണ്ടും വരണം, പക്ഷേ എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല CPMന്. ഗോവിന്ദൻ ഇപ്പോഴും ധരിച്ചിരിക്കുന്നത് കുഴച്ചു കമഴ്ത്തിയ മണ്ണപ്പം കണ്ടാൽ നാട്ടുകാരെല്ലാം അത് പഴം കൂട്ടി അങ്ങ് മിഴുങ്ങും എന്നാണ്. കൂപമണ്ടൂകങ്ങളെപ്പോലെ ഇട്ടാവട്ടത്തിൽ കാണുന്ന ആകാശം മാത്രമാണ് സത്യമെന്ന് കരുതി അങ്ങനെ കഴിഞ്ഞു വരുന്നവരാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ. പാർട്ടി ജനത്തെ പറ്റിച്ചാൽ ജനം പാർട്ടിയെ പറ്റിക്കും. അണികൾ പോലും ഇന്ന് പാർട്ടിയെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. പാർട്ടി വീട് കയറാൻ ആഹ്വാനം ചെയ്തല്ലോ. എത്ര പ്രവർത്തകർ വീട് കയറാൻ പോയി? അവരെത്ര വീടുകൾ കയറി? പക്ഷേ അവരും ഒരു റിപ്പോർട്ട് അങ്ങ് കൊടുത്തു മുഗൾ കമ്മിറ്റിക്ക്. ഇല്ല, ഈ ഭരണത്തിന് ഒരു കുഴപ്പവുമില്ല, ജനങ്ങൾ ഇപ്പോഴും നമ്മളെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. എല്ലാവരും പറയുന്നു പിണറായി വീണ്ടും വരണമെന്ന്. അതും വിശ്വസിച്ച് നടക്കുകയാണ് ഈ പാർട്ടിയും ഗോവിന്ദനും. നിഷ്കളങ്കനായ മൊയ്തീൻ താൻ അഭിനയിച്ച കഥാപാത്രത്തിൻ്റെ പിറവിയെപ്പറ്റി സത്യസന്ധമായി പറഞ്ഞു. അത് തങ്ങളുടെ അടപ്പൂരുമെന്നറിഞ്ഞ CPM ആ വൃദ്ധനെ പിടികൂടി മൊഴി മാറ്റിച്ചു. ഞാൻ പൂർണ്ണമായ മനസ്സോടെ ചെയ്തതാണെന്നായി മൊയ്തീൻ. വീഡിയോ പിടിച്ച സഖാവ് ഇടയ്ക്ക് ചോദിക്കുന്നു, ആരെങ്കിലും ചെയ്യിച്ചതാണോ നിങ്ങളെ കൊണ്ട്? ആ ചോദ്യത്തിൻ്റെ കനം കേൾക്കുമ്പോഴറിയാം അതൊരു ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാണെന്ന്. എന്തായാലും ആ പാവം ഭയന്ന പോലുണ്ട്. ഒരു പാവം വൃദ്ധനെ പറഞ്ഞു വിരട്ടാൻ വല്ല പാടുമുണ്ടോ? ഉടൻ ശൈലജ ഇറങ്ങും. എന്തൊക്കെ ദുഷ്പ്രചാരണങ്ങളാണ് വൃത്തികെട്ട UDFൻ്റെ സൈബർ സംഘങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ച് നിങ്ങളുടെ തന്നെ നാടക അക്കാദമിയിൽ നിന്നോ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ പഠിച്ചിറങ്ങിയ ഏതെങ്കിലും കമ്മികളെ വെച്ച് അഭിനയിപ്പിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഈ പ്രശ്നമൊന്നും ഉണ്ടാകില്ലായിരുന്നു. നമ്മുടെ തനത് നാടകവേദിക്കും ഒരു സംഭാവനയാണല്ലോ ഈ ഗോവിന്ദൻ.
Thank you.